ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു എലിശ്ശേരി റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മത്തങ്ങയും പയറും ഉണക്കപ്പയറാണ് നമ്മൾ എലിശ്ശേരി വെക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന സെലക്ഷൻ കൊടുക്കുക. മാത്രമല്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റിയ സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ ഓണത്തിനൊക്കെ കഴിക്കാൻ പറ്റിയാവുന്ന എലിശ്ശേരിയാണ്. അതുപോലെ വിഷുവിന്, ഓണത്തിന്, ക്രിസ്മസിനൊക്കെ ഒരു സദ്യക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു ടേസ്റ്റിയായ റെസിപ്പിയാണ്. ഇതിലേക്കുള്ള ഉണക്കപ്പയർ നമ്മൾ ഒരു 100 ഗ്രാമിന് മുകളിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് കുതിർത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ പയർ നന്നായി വീർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തലേദിവസം വെള്ളത്തിൽ കുതിർത്തി എടുക്കാം. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് പയർ കഴുകിയ ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പയർ വെന്ത് വരും കേട്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിലിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി. തുറന്ന് വെക്കരുത്. അടച്ച് വെക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം. ആ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇടണം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്പ് പറഞ്ഞത്. പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മത്തങ്ങയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനകത്തേക്ക് അരപ്പിൽ ചേർക്കുമ്പോൾ കൊണ്ടാട്ടമുളക്, നല്ല എരിവുള്ള കൊണ്ടാട്ടമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടിയുടെ അളവ് കുറവെടുത്തിരിക്കുന്നത് ഇപ്പോൾ കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്ന ശേഷം വളരെ കുറച്ച് വെള്ളത്തിൽ, ഒരുപാട് വെള്ളം വേണ്ട, വളരെ കുറച്ച് വെള്ളത്തിൽ നമ്മളത് കുക്കറിൽ വിസിൽ വരുത്തി വെച്ചിട്ടുണ്ട്. 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ വരുത്തി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് സമയം കൊണ്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള അരമുറി നാളികേരം ചെരിയതും, അതിലേക്ക് ഒരു 5 മുളകും, അതുപോലെ ഒരു കുറച്ച് ചുവന്നുള്ളിയുടെ അളവ് കൂട്ടി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു എലിശ്ശേരിക്ക് ടേസ്റ്റ് കൂടുതലാണ്. ചുവന്നുള്ളി കുറച്ച് കൂടുതലുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഗൾഫ് കൺട്രീസിലൊക്കെ ചുവന്നുള്ളി കിട്ടാൻ കുറവാണെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിൽ അതിനകത്ത് സബോള ഇടണം കേട്ടോ. ആ നാട്ടിൽ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സബോള ചേർക്കുന്നതിന് പകരം ചെറിയ സബോള ചേർത്തോളൂ. അപ്പോൾ അതാണ് ടേസ്റ്റ് കേട്ടോ. ഈ എലിശ്ശേരി നാളികേരത്തിൽ സബോള അല്ലെങ്കിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ടേസ്റ്റ്. അതുപോലെ നല്ല ജീരകത്തിൻ്റെ അളവ് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഒരു നുള്ള് മാത്രം നല്ല ജീരകം ചേർത്താൽ മതി കേട്ടോ. പിന്നെ മുഴുവൻ കുരുമുളകാണ് കൂടുതൽ ടേസ്റ്റ്. മുഴുവൻ കുരുമുളക് നമ്മുടെ ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. എന്ന ശേഷം വളരെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് നാളികേരം ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തരച്ച എലിശ്ശേരി അല്ല കേട്ടോ, അത് പച്ച അരച്ച ഒരു എലിശ്ശേരിയാണ്. ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ മിക്സിയിൽ പൾസ് ബട്ടൺ എടുത്ത് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് നമ്മളത് ചതച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അത് അരയാൻ പാടില്ല. അരഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ഒരു എലിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിലത്തെ നമ്മളിട്ട സംഭവങ്ങളൊക്കെ ഒന്ന് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാളികേരത്തിനെയും മുളകിനെയും ചുവന്നുള്ളിനെയും നല്ല ജീരകത്തിനെയും കുരുമുളകിനെയൊക്കെ ഒന്ന് നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചതച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. ജസ്റ്റ് 1 മിനിറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എയർ പോകുന്നുണ്ട്. ഒപ്പം തന്നെ ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. അല്ലാത്തിരി എയർ പോയി ഇത്തിരി സമയം വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കണമെങ്കിൽ നമ്മൾ 1 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒരു പാനിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. അത് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളക്, ഒരു 3-4 വറ്റൽമുളകും കൂടി അതിലേക്ക് ചേർക്കുക. നിങ്ങൾക്ക് കറിവേപ്പില ഇടാൻ താല്പര്യമുള്ളവർക്ക് കറിവേപ്പില ഇടാം. നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല കേട്ടോ. അതിന് ശേഷം നമ്മളത് കറിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടയണത് നല്ലതാണ്. നമ്മൾ വിസിൽ വരുത്തി വേവിക്കുമ്പോൾ അത് നന്നായി ഉടഞ്ഞിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഓക്കെ, പയർ മൊത്തമായിട്ട് അങ്ങ് ഉടയാൻ പാടില്ല, ഒരുവിധം ഉടയാൻ പാടുള്ളൂ. അങ്ങനെ വല്ലാണ്ട് ഉടഞ്ഞു കഴിഞ്ഞാലും ഫുള്ളൊരു പായസം പോലെ ആവില്ലേ, അത് വേണ്ട. ഒരു നന്നായി പയർ നന്നായി വേവും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടേക്കുക, അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് പയർ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടിപ്സുകളെല്ലാം യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി റെസിപ്പി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ എലിശ്ശേരിയിലേക്ക് മിക്സ് ചെയ്യുക. ചില കടങ്ങളിൽ ഇതുപോലെ അല്ല കേട്ടോ ചെയ്യണത്. ചിലവർ എന്താ പറയുക, ഈ കടുക് വറുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്ട്രാ നാളികേരം എടുത്തിട്ട് ചോക്ക വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടങ്ങളിൽ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ നാട് തൃശ്ശൂരാണ്. അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ കറി നല്ല ടേസ്റ്റിയാണ്. ചായയുടെ കൂടെയും കഴിക്കാം, നല്ല ചൂട് ചോറിൻ്റെ കഴിക്കാം. അപ്പോൾ ഡിന്നറിനും കഴിക്കാം, ലഞ്ചിനും കഴിക്കാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.